പക്ഷെ ആ സമയത്താണ് ആ ഒരു വചനം അവർക്ക് വളരെയധികം ആശ്വാസപ്രദമാകുന്ന ഒരു വചനമാണ്. പക്ഷെ അപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവിടെ വന്ന് യഹോവയുടെ അരുളപ്പാട് അവരോട് പറയുകയാണ് ഇത് വിശ്വസിക്കേണ്ട, ഇത് കള്ളപ്രവചനമാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. For I know the plans for you, plans to prosper you and not to destroy you, plans to give you a future that you hope for. നിങ്ങൾ ഇച്ഛിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ അത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇച്ഛിക്കുന്ന ശുഭഭാവി, ദ ഫ്യൂച്ചർ ദാറ്റ് യു ഹോപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഭാവി, ശുഭഭാവി നിങ്ങൾക്ക് എങ്ങനെ വരും എന്നത് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പദ്ധതികൾ എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ളത് അത്ര എന്നുള്ള ഈ ഒരു വചനത്തിൻ്റെ പിന്നിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു വചനത്തിൻ്റെ യഥാർത്ഥ ശക്തി നമ്മൾക്ക് മനസ്സിലാകുന്നത്. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വചനങ്ങളും വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ യഥാർത്ഥ ആഴത്തിൽ ഈ ഒരു വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളാക്കി നമ്മൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വചനവും എങ്ങനെയാണ് ഈ ബൈബിളിൽ വന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ സമയത്താണ് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലായിരുന്നു, എന്ന് പറഞ്ഞാൽ അവർ എക്സൈലിലായിരുന്നു. ഒരുപാട് ഇസ്രായേൽ മക്കളെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയി. യഹൂദയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി. അവരെയും അവരുടെ വസ്തുവകളും അവർക്കുള്ളതെല്ലാം പിടിച്ചുകൊണ്ടുപോയി. പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിലെ വസ്തുവകൾ പോലും അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് അടിമകളായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കേണ്ടി വന്ന അവർ ആലോചിക്കുകയാണ് തങ്ങളുടെ ആ ഒരു കഴിഞ്ഞ കാലമൊക്കെ തങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോൾ അവർക്ക് വളരെയധികം നിരാശ വരികയാണ്. അവരവിടെ ഇരുന്ന് കരയുകയാണ്. എന്ന് ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റും, എന്നിവിടെ നിന്ന് മോചനം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ഒരു സങ്കടത്തിലിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ അവിടെ വന്ന് പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ കരയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ വെറും 2 വർഷത്തേക്കിന് മാത്രമേ ഉള്ളൂ. 2 വർഷം കഴിയുമ്പോൾ ഈ ഒരു നുകം യഹോവ നമ്മുടെയൊക്കെ കഴുത്തിൽ നിന്നും മാറ്റിക്കളയും. എന്ന് പറഞ്ഞാൽ അവർ പഴയതുപോലെ അവർ തിരിച്ച് പോകേണ്ടി വരും എന്നാണ് അവരോട് പറയുന്നത്. പക്ഷെ ആ സമയത്താണ് ആ ഒരു വചനം അവർക്ക് വളരെയധികം ആശ്വാസപ്രദമാകുന്ന ഒരു വചനമാണ്. പക്ഷെ അപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവിടെ വന്ന് യഹോവയുടെ അരുളപ്പാട് അവരോട് പറയുകയാണ് ഇത് വിശ്വസിക്കേണ്ട, ഇത് കള്ളപ്രവചനമാണ്. യഥാർത്ഥ കാര്യമെന്ന് പറഞ്ഞാൽ 2 വർഷമല്ല 70 വർഷമാണ് നിങ്ങളിവിടെ നിൽക്കേണ്ടി വരുന്നത്. 70 വർഷത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു 70 വർഷം എന്ന് പറയുന്നത് അവർക്ക് മനംമാറ്റത്തിനുള്ള റിവൈവൽ ഓഫ് ഹാർട്ടിനുള്ള സമയം തന്നെയാണ്. പക്ഷേ ആ ഒരു 70 വർഷം എന്ന് പറയുന്നത് വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം നിരാശ പിന്നെയും വരികയാണ്. ആ നിരാശയിലിരുന്ന് അവർക്ക് ഒന്നുകൂടെ അവരെ നിരാശയിലേക്ക് ആഴ്ത്തുന്ന വചനം തന്നെയായിരുന്നു യിരെമ്യാ പ്രവാചകൻ വന്നവരോട് പറയുന്നത്. ആ സമയത്താണ്, ആ ഒരു സിറ്റുവേഷനിലാണ് യഹോവ പിന്നെയും അവരോട് അരുളപ്പാട് നടത്തുന്നത്. യഹോവ യിരെമ്യാ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾ ഇച്ഛിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്ന ശുഭഭാവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ നിങ്ങളെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ പദ്ധതി പോലും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളുടെ തിന്മയ്ക്കായിട്ടുള്ളതല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ തന്നെയാണ് എനിക്ക് ഉള്ളത് എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസത്തിനുള്ള വലിയ വാഗ്ദാനം തന്നെയാണ് ദൈവം അവിടെ ചെയ്യുന്നത്. വലിയൊരു ഹോപ്പ് റെസ്റ്റോറേഷൻ തന്നെയാണ് ദൈവം ഈ ഒരു വചനത്തിൽ കൂടി ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന ശുഭഭാവി എന്ന് പറയുന്നത്. നിങ്ങളുടെ തിന്മയ്ക്കായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 2 വർഷമല്ല 70 വർഷം അവരവിടെ പിന്നെയും തുടരേണ്ടി വരും എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ടാവും അവരുടെ തിന്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരിക്കലും ആ ഒരു പഴയ ആ ഒരു ദേശം കാണത്തില്ല എന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോൾ ദൈവം എന്ന് പറയുകയാണ്, തിന്മയ്ക്കായിട്ടുള്ളതല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്തായെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിരാശയുടെ മേൽ നിരാശ ഉണ്ടാകുന്ന സമയമാണ്. അവരുടെ സങ്കടത്തിന്
കഷ്ടപ്പാടിനുമൊന്നും ഒരറുതിയും വരാത്ത സമയത്ത് തന്നെയാണ് ദൈവം അവരെ ശക്തിപ്പെടുത്തുന്നത്. ഈ ഒരു വചനത്തിന് സാരാംശം എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ ഒക്കെ നടുവിലും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ വരുമ്പോഴും അവസ്ഥകൾക്ക് മാറ്റം വരാതിരിക്കുമ്പോഴും കഷ്ടങ്ങളുടെ മേൽ കഷ്ടങ്ങൾ പിന്നെയും വരുമ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കാണുന്നില്ല എങ്കിലും അത് അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശുഭഭാവി ഇപ്പോഴും അവൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്, അതിനുവേണ്ടിയാണ് അവൻ ചെയ്യുന്നത് എന്ന് കണ്ണുമടച്ച് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു വചനത്തിൻ്റെ സാരാംശം. ഈ ഒരു വചനത്തിൻ്റെ സാരാംശം മനസ്സിലാക്കുമ്പോൾ വലിയ കഷ്ടപ്പാടിൻ്റെ നടുവിലും കഷ്ടതയുടെ കണ്ണുനീരിൻ്റെയും ഒക്കെ നടുവിലുമൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളിൽ നമ്മൾക്ക് വിശ്വാസം വരുന്നതായിരിക്കും. കാരണം യിരെമ്യാ പ്രവാചകൻ 31-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നിന്നെ ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലുതായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വചനത്തിൻ്റെ സാരാംശം മനസ്സിലാക്കി ഏറ്റവും കഷ്ടതകളുടെ നടുവിലും ഒന്നും മാറാത്ത ആ ഒരു സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തിൽ നമ്മൾക്കൊക്കെ വിശ്വസിക്കാൻ ഈ ഒരു വലിയ പോപ്പുലറായിട്ടുള്ള വചനം തന്നെയാണ്. ഈ ഒരു വചനം നമ്മൾക്ക് തരട്ടെ. അപ്പോൾ ഇനിയും മറ്റൊരു വചനത്തിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പശ്ചാത്തലം മനസ്സിലാക്കി തന്നുകൊണ്ട് ആ വചനത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിൽ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ മറ്റൊരു മെസ്സേജുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വീണ്ടും പറയുകയാണ്, തുടരെ വചനം വായിക്കുക. വചനം വായിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകണം. സോ കം fall in love with Jesus and fall in love with the word of God.